ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആരാധനാക്രമ വത്സരത്തിലെ കൈത്താക്കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൈത്താക്കാലം ഫലാഗമകാലം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഓരോ കോണുകളിലും വേരൂന്നി തഴച്ചു വളരുന്ന സഭയാകുന്ന വൃക്ഷം അത് ഫലം ചൂടുന്നതിനെ ധ്യാനിക്കുന്ന കാലഘട്ടമാണല്ലോ ഫലാഗമകാലം അഥവാ കൈത്താക്കാലം. ഈ കൈത്താക്കാലത്തിലെ ഓരോ ഞായറാഴ്ചകളിൽ ക്രൈസ്തവ സഭയിലെ, കത്തോലിക്ക സഭയിലെ ഓരോ മക്കളും എങ്ങനെ തങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് ഫലം ചൂടണം എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാലഘട്ടമാണ്. ഈ 5-ാമത്തെ ഞായറാഴ്ച തിരുസഭ നമ്മുടെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. ധനവാനും ലാസറും എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ തിരുവചന ഭാഗം നമ്മൾ വായിക്കുക. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് ഇത്. ഇന്ന് ഈ തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ധനവാനും ലാസറും എന്ന ഈ ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ സമ്പത്തിനോട് നമ്മൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് ആധുനിക മനുഷ്യൻ. സമ്പത്താണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന ചിന്തയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ പോലും മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ധന്യമാകുന്നത് എന്ന് ഈശോ നമ്മളെ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുക. അതിന് തുടർച്ചയായി പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് എന്ന്. സമ്പത്ത് അതിൽ തന്നെ തിന്മയാണ് എന്ന് ഒരിക്കലും സഭ പഠിപ്പിക്കുന്നില്ല. മറിച്ച് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ സമ്പത്ത്, മക്കള്, ആടുമാടുകൾ, കൃഷിസ്ഥലങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമ്പത്ത് അതിൽ തന്നെ ഒരിക്കലും തിന്മയല്ല എന്ന് തന്നെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. പക്ഷേ അതിനോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ധനവാൻ തെറ്റുകളൊന്നും അല്ലെങ്കിൽ പാപങ്ങളൊന്നും ചെയ്തതായി തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. അവൻ ആകെ ചെയ്തതായി സഭ നമ്മളെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഉപേക്ഷയാലുള്ള പാപം എന്നുള്ളതാണ്. സിൻ ഓഫ് ഒമിഷൻ. അതായത് തൻ്റെ സമ്പദ്സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും തനിക്കുള്ള സൗഭാഗ്യങ്ങളെല്ലാം ആസ്വദിച്ച് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അവൻ്റെ പടിവാതിൽ കിടന്നിരുന്ന ആ പാവ മനുഷ്യനെ, ലാസർ എന്ന മനുഷ്യനെ കാണാനുള്ള ഉൾക്കാഴ്ച ഈ ധനികന് ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഇയാളുടെ മേൽ ആരോപിക്കപ്പെടുന്ന പാപം. അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് നമുക്ക് ഉണ്ട് എന്നതിലല്ല, ആ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മളിൽ നിന്നുളവാകേണ്ട ഫലമായി തിരുസഭ ആഗ്രഹിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് യൂത്ത് ലീഡർഷിപ്പ് അവാർഡ് കരസ്ഥമാക്കിയ സ്വിഷ് ഗോസ്വാമി എന്ന ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്.
നിങ്ങളുടെ ഫ്രിഡ്ജിൽ ആവശ്യത്തിന് ഭക്ഷണ പദാർത്ഥങ്ങളും നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രവും ഉറങ്ങാൻ വീടുമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ 75% ധനികരിൽ ഒരാളാണ് എന്ന്. നിങ്ങൾക്ക് കൈവശം ആവശ്യത്തിന് പണവും ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള 18% ധനികരിൽ ഒരാളാണ് നിങ്ങൾ എന്ന്. ഇനി നിങ്ങൾക്ക് ജീവന് സുരക്ഷിതത്വവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന അതില്ലാത്ത കോടിക്കണക്കിന് ആളുകളെക്കാൾ സൗഭാഗ്യമുള്ളവരാണ് നിങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയാമെങ്കിൽ, നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ലോകത്തിലെ 30 കോടി ജനങ്ങളെക്കാൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് അദ്ദേഹം ആ ആർട്ടിക്കിളിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്കുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന സമ്പത്ത് ആണ് നമ്മുടെ ഒരു സമ്പന്നൻ്റെ യോഗ്യത എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ ഈ സ്വിഷ് ഗോസ്വാമി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പറഞ്ഞു വയ്ക്കുന്നതനുസരിച്ചാണെങ്കിൽ നമ്മളെല്ലാവരും സമ്പന്നരാണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, നമുക്കുള്ള ഈ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ, ജീവിത സൗകര്യങ്ങളിൽ നന്ദിയുള്ളവരും സന്തോഷവുമുള്ളവരായി ജീവിക്കുക എന്നാണ് ഈ സ്വിഷ് ഗോസ്വാമി പറഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ സഭാപിതാവായ വേദപാരകനായ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബേസിൽ പിതാവും പറഞ്ഞു വയ്ക്കുന്നത് ഏതാണ്ട് സമാനമായ കാര്യമാണ്. നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വസ്ത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഈ തെരുവിൽ നഗ്നനായി തണുത്ത് മരവിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് മിച്ചമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തെരുവിൽ ഭക്ഷണമില്ലാതെ അലയുന്ന പാവങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളതാണ്. അങ്ങനെയല്ലാത്ത പക്ഷം നിങ്ങൾ തെറ്റുകാരായി മാറുന്നു എന്നാണ് വിശുദ്ധ ബേസിൽ പറയുക. വീണ്ടും ഈശോ പഠിപ്പിക്കുകയാണ്, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5-ാമത്തെ കൈത്താക്കാലത്ത് ഞായറാഴ്ച ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾക്കുള്ള സമ്പത്ത് നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ സമയമാകാം, നമ്മുടെ കഴിവുകളാകാം, നമ്മുടെ അറിവുകളാകാം, അത് ആവശ്യമുള്ളവരിലേക്ക്, അതില്ലാത്തവരിലേക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് പോലെ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ തിരുസഭ ആഗ്രഹിക്കുന്ന ഫലം ചൂടുന്ന സഭാമക്കളായിട്ട് മാറുകയുള്ളൂ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.